ശാരിക പുറത്തേക്ക്, ലാലേട്ടനെ ചൊറിയാൻ ആര്യനായി, ജിസേൽ കളം മാറ്റിച്ചോ. നമസ്കാരം. ഇന്നലത്തെ സൺഡേ എപ്പിസോഡ്, ലാലേട്ടന്റെ എപ്പിസോഡ്. ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നത് ചെറിയ ചെറിയ പരിപാടികളൊക്കെ തന്നെ ഉള്ളൂ. വലിയ പരിപാടികൾ എന്നൊന്നും പറഞ്ഞാൽ നടക്കത്തില്ല. ഇനത്തിൽ ഒരു എവിക്ഷൻ കൂടി ഈ ആഴ്ച 2 എവിക്ഷൻ നടന്നു. ഇന്നലെ ശാരിക പോയി, പിന്നെ സൺഡേയില് പിന്നെ ശാരികയും 2 എസ്സുമാര് പോയി. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചൊക്കെ തരാണ്. ഇതിനകത്ത് രക്ഷപ്പെട്ടത് ഇപ്പൊ ശൈത്യയാണ്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആര്യനെ ഡയറക്റ്റ് നോമിനേഷനിലിട്ടു. ആര്യന്റെ സ്വഭാവമേ ലാലേട്ടന് ചൊറിച്ചിലായിട്ട് മാറി എന്നുള്ളതാണ്. ഇവന് കൊടുക്കുന്ന ശിക്ഷയിൽ അല്ലെങ്കിൽ ഒരു നീരസം ലാലേട്ടനോട് പ്രകടിപ്പിക്കാനൊക്കെ ഇവൻ ഏതാണ്ട് വലിയ കുമ്പളത്തെ ആളെന്നുള്ള ഒരു തോന്നലിലുള്ള ഇടപെടല് ലാലേട്ടനെ നീരസപ്പെടുത്തി എന്ന് നമുക്കാണ്. ഇന്നലത്തെ എപ്പിസോഡ് കാണുമ്പോൾ അറിയാം. ഇന്നലെ അങ്ങനെ ഒരു ഓണപ്പാട്ട് കൊണ്ടുവന്നു. എന്തിനു കൊണ്ടുവന്ന് എനിക്കറിയത്തില്ല. ഏഷ്യാനെറ്റിന്റെ പരസ്യമായിട്ടായിരിക്കും. പിന്നെ വലിയ സംഭവങ്ങൾ എന്ന് പറഞ്ഞതിനകത്ത് ഇതിനകത്തിന്റെ നടികളെ കുറിച്ചും കിച്ചണിലെ വഴക്കും എല്ലാം ഒരു അവലോകനമായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. പിന്നെ ഒരു സംഭവം നടന്നത് റീഗൽ ജ്വല്ലറിയുടെ വലിയൊരു ഇതായിട്ട് അവരുടെ പരസ്യമായിട്ട് ഒരു ടാസ്ക് കൊടുത്തിട്ട് ഒരു ഇത് വെച്ചിട്ട് കൂടുതൽ പോയിന്റ് കിട്ടുന്നവർക്ക് ഗ്രാൻഡ് ഫിനാലെ വരുന്നവർക്ക് ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ബിസിനസ് പറയുന്നത്. ടാസ്കിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. പിന്നെ ഓണക്കാലം എത്തി, പൂക്കാല സദ്യ എത്തി, മറ്റേ പൂക്കളുടെ പേരുകൾ ഉപയോഗിക്കുന്നു. ഓരോരുത്തർക്കും പൂക്കളുടെ പേര് ഉപയോഗിക്കുന്നു. ലാലേട്ടാ എനിക്ക് പേര് പറയാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞു ജിസേല് പറയുന്നു. നിവിൻ പറഞ്ഞു ചെത്തി വന്താരം തുളസി അങ്ങനെയൊക്കെ പറയുന്നു. എന്തായാലും ശരി. രമ്യ നമ്പീശന്റെ പാട്ട് ഒരു മനോഹരമായ പാട്ടാണ്. അതെന്തിനു കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്തായാലും ശരി, അതിനെക്കുറിച്ച് വിമർശനങ്ങൾ സോഷ്യൽ മീഡിയ വരുന്നുണ്ട്. കാര്യം ഇതൊരു ഏഷ്യാനെറ്റിന്റെ കുതന്ത്രമല്ലേ എന്നൊക്കെ ചോദിച്ച് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ശരി, ഒരു ഓണം അല്ലേ, നമുക്കതൊക്കെ ഒരു ഓണപ്പാട്ട് ഏഷ്യാനെറ്റ് തരുന്നതിന് നമ്മൾ സ്വീകരിക്കണ്ടേ. അതിനെക്കുറിച്ച് വിമർശിക്കാം, ആർക്കും വിമർശിക്കാം. സൃഷ്ടികളെ കുറിച്ച് വിമർശിക്കാനുള്ള അവകാശമൊക്കെ നമുക്കുണ്ട്. ഇനി ഇതിനകത്തില് ഫിക്ഷനിനകത്ത് നടന്നിട്ടുള്ള വഴക്കുകൾ, ഇവരുടെ പദപ്രയോഗങ്ങൾ, ഇതിനകത്തിലെ കാപ്പൂമ എല്ലാരും പ്രയോഗിച്ചു. നമ്മള് മനസ്സിലാക്കണം, അനീഷിനെ കുറ്റപ്പെടുത്തുമ്പോഴും നമ്മൾ ആദ്യം മുതൽ അനീഷിനെ അങ്ങനെ ആര് ഇതിനകത്ത് മുന്നേറി വരുന്ന അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ആര്യന് ഒരു പരിധി വരെ നല്ലപോലെ കയറി വന്ന ഒരാളാണ്. ക്യാപ്റ്റൻസി കൊടുത്തോടുകൂടി പുള്ളിയുടെ ഇതും പോയി. ആര്യന്റെ ഇമേജ് താഴ്ന്നു, ഷാനവാസിന്റെ ഇമേജ് താഴ്ന്നു. ആരുടെ ഇമേജ് തകർന്നില്ല എന്ന് ചോദിച്ചാൽ ഒത്തിരിയുള്ള അനീഷ് ഇതിനകത്തില് മരക്കഴുത, മരവാഴ എന്നൊക്കെയുള്ള പദപ്രയോഗം അല്ലാതെ കണ്ട് അനീഷിന്റെ വായിൽ നിന്ന് ഒരു തെറ്റ് വേർഡ് ലാലേട്ടനോ ബിഗ് ബോസിനോ പിടിച്ചിട്ടില്ല. അത് ഒരു നല്ല ക്വാളിറ്റി ആയിട്ടാണ് എല്ലാവരും പബ്ലിക് കാണുന്നത്. ലൈവിലൊക്കെ കുറച്ചു പേരൊക്കെ ആദ്യമൊക്കെ നെഗറ്റീവ് ഇവനെ കുറിച്ച് പുറത്താക്കാന്നൊക്കെ പറഞ്ഞെങ്കിലും നല്ലൊരു പ്ലെയർ ആണ്. എന്തിന് ജിസേലിന്റെ ഗ്രാഫ് കുറച്ച് തന്നിട്ടുണ്ട്. ശൈത്യ പുറത്തേക്ക് പോകുന്ന ശൈത്യ പുറത്ത് പോകുന്നുള്ള പേടി കൊണ്ട് കുറെ കാര്യങ്ങൾ കളം മാറ്റി ചവിട്ടി തുടങ്ങി. പല കാര്യങ്ങളിലും ശൈത്യ അനുമോടൊപ്പം നിന്നിട്ട് കളം മാറ്റി തുടങ്ങി. അവിടെ പരിസരത്ത് പറയുന്നുണ്ട് ഇവിടെ ഭൂതപ്രേത വിശ്വാസികളാണ് അവിടെ വീണതിന് ശേഷം. അപ്പം ആ ഒരു കഥയില്, പ്രേതത്തിന്റെ കഥയില് പരിസരത്തിന് കൂടെ പറയുന്നത്, അനുമോളടുത്ത് പറയുന്നത്. അപ്പം അനുമോളുടെ അടുത്ത് ഒരു സൈഡ് ശൈത്യ പറയും, അടുത്ത് വന്ന് ശരത്തിന്റെ അടുത്ത് വേറൊരു സ്റ്റൈല് പറയുന്ന രീതിയിൽ ശൈത്യ കളം മാറ്റി ഇവരൊക്കെ കുറച്ച് ഗ്രാഫ് കയറ്റുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ശൈത്യ പോകുമെന്ന് എല്ലാവരും പറഞ്ഞിട്ട് ശൈത്യ പോകാതിരിക്കുന്നത്. ഇന്നത്തിലെ കുറെ പാഴകളുണ്ടല്ലോ, ഈ ശാരിക ഇവരൊക്കെ, അത് രേണുസുതി എന്തിനാ അവിടെ കിടന്ന് ഉറങ്ങുന്നു, കട്ടിലേക്ക് കിടന്ന് പേനെടുക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. ലാലേട്ടൻ എന്തായാലും ചോദിക്കും, അല്ലെങ്കിൽ ടാസ്കിന്റെ ഭാഗമായിട്ട് മസ്റ്റായിട്ട് വരേണ്ട ചില കാര്യങ്ങൾ വരുന്നു. ഇതിനപ്പുറം ഒന്നുമില്ല. വെറുതെ നിൽക്കുക. കുറച്ച് നല്ല വൈൽഡ് കാർഡ് എൻട്രി വന്നാൽ നല്ലതായിരുന്നു ഇതിനകത്തില്.
എന്തായാലും ശരി, പല കാര്യങ്ങളുണ്ട്. അതുപോലെ അക്ബറിന്റെ പാട്ട് പൊളിച്ചു, കുറെ പാട്ടുകൾ പാടി. പിന്നെ ബിന്നിയെ കുറിച്ച്, ബിന്നി ബിന്നി കുത്തിത്തിരിപ്പിന്റെ ആള, അങ്ങനെയൊക്കെയുള്ള ഒരു പാട്ട് നല്ലതായിരുന്നു. പിന്നെ പേൻ 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 തേനുന്റെ തലയെ കുറിച്ചുള്ള ഒരു, ഏതെങ്കിലും അവനൊരു സിംഗർ ആയതുകൊണ്ട് അവന്റെ ഒരു നല്ല കോണ്ടന്റ് അവിടെ വന്ന് അത് ഭയങ്കര ഇംപ്രസീവ് ആയെന്ന് വേണം പറയാൻ. അക്ബറിന് പെട്ടെന്നൊരു നോമിനേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പോ. നമുക്കറിയാം ഇവരൊക്കെ പോകുന്നുണ്ട ലിസ്റ്റിൽ വന്നതാണ് ആദ്യമൊക്കെ. പക്ഷേ അവരവരുടെ ഒരു ചെറിയ കാലിബറൊക്കെ എടുത്തു തുടങ്ങി വേണം പറയാൻ. എന്തായാലും ശരി, അങ്ങനെ കിച്ചണിലെ കാര്യങ്ങളാണ്. ഇസൈൽ അപ്പാനി, അതുപോലെ ഈ പ്രശ്നങ്ങള്, ഷാനവാസുമായിട്ടുള്ള കോഫിയുടെ പ്രശ്നങ്ങള്, കോഫി കള്ളി എന്നുള്ള പ്രശ്നങ്ങള്, ചപ്പാത്തി കള്ളി എന്നുള്ള വിമർശനങ്ങൾ, ഇതെല്ലാം ലാലേട്ടൻ ഒന്ന് റിവ്യൂ ചെയ്തു. അത്രയേ ഉള്ളൂ. മറ്റേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ. പിന്നെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് അടുത്ത ആഴ്ച ഡയറക്റ്റ്, അത് ആദ്യമായിട്ടുള്ള സംഭവമാണ്. ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ആര്യനെ പിടിച്ചിട്ട്. കാര്യം ലാലേട്ടന് ഇഷ്ടപ്പെട്ടില്ല ഇവൻ ഒരു രൺധീർ കപൂറാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് കപൂറ? ഇവന്റെ പരിപാടി, ഇവന്റെ വാചകമുള്ളതുകൊണ്ട് മനസ്സിലായി. ടാസ്കിൽ പൊറോട്ട പാട്ടിലും, അക്ബറിന്റെ പാട്ടിൽ അത് ശരിക്കും പ്രതിഫലിച്ചത് സത്യമാണെന്നുള്ളതാണ്. എന്തായാലും ശരി, കിച്ചണിലെ കളികളെല്ലാം പറയുന്നു. അനിമോളുടെ കരച്ചിലിനെ കുറിച്ച് വിമർശനം വരുന്നു. ജിസേലിന്റെ മോഷണത്തെ കുറിച്ച് വിമർശനം വരുന്നു. അപ്പാനി ശരത്തിന്റെ തെറി, അക്ബറിന്റെ തെറി, പരവാസിന്റെ തെറി, മരക്കെഴുതി മൊത്തം നമ്മുടെ അനീഷ് പറഞ്ഞുള്ളൂ. ലക്ഷ്യത്തെ കുറിച്ചൊക്കെ പറയുന്ന കൂട്ടത്തിൽ എല്ലാരെയും ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. എന്തായാലും ശരി, ശൈത്യ ഇങ്ങനെ ലാലേട്ടന്റെ മുന്നിൽ ഇപ്പൊ ഒത്തിരി കയറി വരുന്നുണ്ട്. പിന്നെ ഓറഞ്ച് കഴിച്ച് ഷാനവാസിനെ പൊക്കുന്നുണ്ട്. ഓറഞ്ച് കഴിച്ച കാര്യം പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്. പിന്നെ ക്യാപ്റ്റൻസിയെ കുറിച്ചുള്ള ഒരു അവലോകനമായിരുന്നു. അത് വരുമെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയായിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ ക്യാപ്റ്റൻസിയിൽ ആര്യം വന്നിട്ട് നിന്ന് കാണിച്ച കോപ്രായങ്ങൾ വേണം. അവനെ ഷൈൻ ചെയ്യാൻ പറ്റുന്ന, അവന്റെ ഗ്രാഫ് കയറ്റാൻ പറ്റുന്ന ഒരു വീക്കില് അവൻ കാണിച്ച കോമാളിത്തരങ്ങൾ വേണം. വെറും വാഴയായി പോലും. അവന്റെ രൺധീർ കപൂർ എന്ന് പറഞ്ഞിട്ട് കിടന്നിട്ട് കളിച്ച കളികള്, അതിനകത്തെ ആ ശൈത്യയുടെ വിഷയത്തില് ഇവൻ കിടന്ന് ചിരിച്ചത് ലാലേട്ടൻ ശരിക്ക് കുടഞ്ഞു. ഇവന് ഉരുളാൻ ഒന്നും പറ്റിയില്ല. ലാലേട്ടന് ശരിക്കും ഇറിറ്റേറ്റഡ് ആയി ഇവനെ കുറിച്ച് ഇന്നലെ. എന്തായാലും ശരി, മോശം അഭിപ്രായമാണ്. രേണുസുതി മാത്രമുണ്ട് ആര്യനെ തന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലാലേട്ട എന്ന് പറഞ്ഞു. കാര്യം വേറെ പേരുണ്ട്. ഇവക്ക് വേണ്ട സാധനം ഇവൻ കൊണ്ട് കൊടുക്കാറുണ്ട്. അവര് പറയുന്ന അല്ല, വേറെ ഒരു കാര്യമില്ല. ഇവനൊപ്പം നിന്ന പലരും കളം മാറ്റി. എന്തിന് ജിസേല് പോലും പറഞ്ഞു നല്ല ക്യാപ്റ്റനാണ്, വെരി ഗുഡ് ഗുഡ്, പിന്നെ നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ വീഴ്ച വരും എന്നൊക്കെ പറഞ്ഞ് ജിസേല് കളം മാറ്റി തുടങ്ങി. കാര്യം അവർക്ക് മനസ്സിലായി നെഗറ്റീവ് അടിക്കുമ്പം നെഗറ്റീവിന്റെ കൂടെ പോയാൽ ഇവള് നെഗറ്റീവ് ആകും എന്നുള്ള ജിസേലിന്റെ തന്ത്രം കാണാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അനീഷ് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഞാൻ മാത്രമേ ഉള്ളായിരുന്നല്ല ക്യാപ്റ്റൻ. ഇത് 3 ആഴ്ച വന്നതിൽ ഏറ്റവും മോശം ക്യാപ്റ്റൻ എല്ലാം. നമ്മളൊക്കെ ആദ്യത്തെ ആഴ്ച കണ്ടപ്പോ വിചാരിച്ചെന്തോ അനീഷ് ആയിരിക്കും ഈ പിന്നെ ഗ്രാൻഡ് ഫിനാലെ വരെ ഇവൻ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും മോശം ക്യാപ്റ്റൻ അനീഷ് ആയിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഷാനവാസ് വെറും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കുറെ വേവുന്ന പരിപാടിയൊക്കെ അല്ലാതെ എന്തെങ്കിലും ടാസ്ക് കാര്യങ്ങളിൽ ജിസേല് ഇവരൊക്കെ തന്നെ ഇപ്പൊ കൊണ്ടുപോകുന്നു. ബിഗ് ബോസ് കൊണ്ടുപോകുന്നതിന് അനീഷ്, ഷാനവാസ്, അനിമോള് ഇങ്ങനെയൊക്കെ ഒരു 3-4 പേര്. അക്ബറിന്റെ പാട്ട് കൊണ്ട്, പിന്നെ നിവിന്റെ അഭിനയം ഒരു ആണ്. പിന്നെ പോട്ടെ, ഇങ്ങനെ അക്ബറും ശൈത്യ ആര്യന് എതിരെയാണ് പറഞ്ഞത്. ക്ഷമിക്കണം, പനിയാണ്. അപ്പോ ഈ ചിരിക്കാനുള്ള കാരണമാണ് ചോദിച്ചത്. അത് പബ്ലിക്കില് നമ്മുടെ ഓരോ വീഡിയോയ്ക്കും കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ എല്ലാം വീഡിയോയ്ക്കും വന്നിട്ട് ഈ ചിരിക്കെതിരെ ആര്യന്റെ ചിരി അതൊരു അസ്ഥാനത്തുള്ള ചിരിയായി. ക്യാപ്റ്റൻ അല്ലെങ്കിൽ പോലും ഒരു കണ്ടസ്റ്റൻസ്, ഒരു ഫാമിലി, ഒരു നമ്മുടെ കുടുംബത്തിന്റെ ഒരു കാര്യം പറയുന്ന സമയത്ത് അവിടെ അസ്ഥാനത്തെ ചിരി, ഒരു വഫൂൺ എന്നൊക്കെ പറയും അല്ലെ. അതൊരു ഒരു ഒരു ഞാൻ പറയാം, എനിക്ക് തലവേദന വന്നുകൊണ്ട് അങ്ങ് ചിരിച്ചു പോയെന്നാണ്. തലവേദന വന്ന് ചിരിക്കുന്ന
എന്താണെന്നുള്ളതാണ് ലാലേട്ടൻ ചോദിച്ചത്. എന്തായാലും ശരി, അവന്റെ ചിരി ഇതാക്കി എല്ലാരും കൊണ്ട് ബിന്നി ആര്യനെതിരെ തിരിഞ്ഞു. അങ്ങനെ കൂടെ വന്ന ജിസേല് പോയി. അതൊക്കെയാണ് അവനെ കുറിച്ച് വന്ന്. അപ്പം ഒനിയില്, അപ്പാനി, ശരത് എല്ലാരും ഇവനെതിരെയായി. എന്തായാലും ശരി, ലാലേട്ടൻ പറഞ്ഞു പണിഷ്മെന്റ് കൊടുക്കണ്ടേ എന്ന് ചോദിക്കുന്നു. എന്തായാലും സൂപ്പർ പണിഷ്മെന്റ് ആണ് വന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് ജിസേൽ പറഞ്ഞു ഭയങ്കര ടോർച്ചറാണെന്ന് പറയുന്നുണ്ട് ലാല്. പിന്നെ ഈ ഇവനെ കൊണ്ട് ഷാനവാസിന്റെ നോട്ടം ശരിയല്ല, അതും പൊക്കി. ഷാനവാസ് അറിയോ എന്റെ തലയിലാണ് എല്ലാം വന്ന് വീഴുന്നത്. അല്ലല്ല, ഇടയ്ക്ക് നോട്ടം ശരിയല്ല ലാലേട്ട എന്ന് പറഞ്ഞു. എന്തായാലും ശരി, അതാ ഒരു വിഷയം. അതങ്ങനെ പിന്നെ ഡിബേറ്റിന്റെ സമയത്തുള്ള പ്രശ്നങ്ങളാണ്. ഡിബേറ്റില് നമുക്കറിയാമല്ലോ, ഷാനവാസ്, ശരത്ത് ഹോട്ട് സീറ്റില് അവരുടെ പ്രശ്നങ്ങള്. ഹോട്ട് സീറ്റ് ശാരികയെ കൊണ്ട് ശാരികയുടെ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് നിങ്ങൾ പറഞ്ഞിട്ട് ഒരു ഫയർ ചെയ്യുന്നൊരു സാധനം. എന്തായാലും ശാരികയുടെ ലാസ്റ്റ് സാധനമായിരുന്നു. അങ്ങനെ ഹോട്ട് സീറ്റിന്റെ കാര്യങ്ങള്, ഡിബേറ്റിന്റെ കാര്യങ്ങൾ അതൊരു വഴിക്ക് അങ്ങനെ ആക്കി. എന്തായാലും ശരി, ഇന്നലത്തെ എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെടാവുന്നത് അക്ബറിന്റെ പാട്ടാണ്. അവന് വേറെ വലിയ കളികളൊന്നും അവന് തെറിയും പറന്ന് പലയണേറും മറ്റുമൊക്കെ നടത്തുമെങ്കിലും പാട്ടിൽ ഇന്നലെ പാട്ട് വൈസ് അവന് നല്ല രീതിയിൽ നല്ല പാട്ടുകളാണ് പറഞ്ഞത്. അതിനകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിന്നെ ബിന്നി കുത്തിത്തിരിപ്പിന്റെ ആ ഒരു പാട്ട്. പിന്നെ എന്റെ തലയിൽ രേണുസുധന്റെ, എന്തായാലും രേണുസ് പറയാൻ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചല്ലേ. എന്തായാലും രേണുസുധ പുറത്തിറങ്ങുമ്പോ പേനിന്റെയും സെറ്റ് ടാങ്കിന്റെയും ഒക്കെ പേരിലായിരിക്കും ഇനി പിന്നെ വാഴ്ത്തപ്പെടുന്നത്. എന്തായാലും അതൊരു നല്ല പരിപാടിയായിരുന്നു. പിന്നെ എന്തായാലും ശരി, അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ വന്ന് കാലുമാറ്റത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ കുറെ പിന്നെ ഇത് വന്നായിരുന്നു. കുറെ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് ഒരു പേപ്പർ ഇങ്ങനെ എഴുതി കാണിക്കുന്നത്. ഞാൻ പുലിയല്ല, ഒരു എലി ആര്യൻ, പിന്നെ ഞാൻ കാലുമാറ്റക്കാരൻ, അത് ശാരിക ഇട്ട് എന്നെ വിശ്വസിക്കരുത്, അനുമോള് നിഴൽ മാത്രം, ശരത്ത് ഗെയിമറായിട്ട് അനീഷ്, അങ്ങനെ കുറെ ഒരു എലി അങ്ങനെ ഒരു ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ നിന്ന് ഇതെല്ലാം ഇത് വെച്ചിട്ട് ആര്യന് കൊടുത്ത ശിക്ഷയാണ് മുട്ടയുടെ തോട് തലയിൽ വെച്ച് ആര്യൻ നിൽക്കണം. ആര്യൻ ഇതിലങ്ങ് ഭയങ്കര, അത് ഒന്നാമത് ഇമേജ് രൺബീർ കപൂർ അല്ലേ, അപ്പോൾ ആര്യന്റെ ഇമേജ് പോകുമെന്നുള്ള ഒരു പേടി. എന്നിട്ട് ഇത് കുളിക്കുമ്പോൾ എന്ത് വെടുത്തവാടാ, ഊളയാണോ നീ, കുളിക്കുമ്പോ തല വെച്ചിട്ട് കുളിക്കാൻ ബിഗ് ബോസ് പറയുമോ ഊരം? അപ്പൊ ചോദിച്ചു ഞാൻ ഉറങ്ങുമ്പോൾ ചോദിച്ചു ലാലേട്ടൻ തന്നെ ചോദിച്ചു എന്നെ ഊരുവാണോ എന്നൊക്കെ ചോദിച്ചു. കാര്യം ഇവൻ ഇത്തരം പ്രതീക്ഷിച്ചില്ല. ജയിലിൽ പോയി കിടന്നാല് ഇത്തരം ഇങ്ങനൊരു പരിപാടി തല വെച്ചോണ്ടിരിക്കുന്ന പിന്നെ എന്തോ അതിന് ഒനിയുടെ പരസ്യം മാതിരിയായി പോയി അതെ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അപ്പൊ അതാണ് ഇന്നലത്തെ അവന് കൊടുത്ത് ഒരു ശിക്ഷയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. എന്തായാലും ശരി. പിന്നെ സ്റ്റോറി പോയിട്ട് ഒരു സാധനം വെച്ച് കേട്ടുകൊണ്ട് പറഞ്ഞത് കണ്ണടയാണ്. കണ്ണടയിലാണ് ലാസ്റ്റ് വന്ന പരിപാടി. അതുപോലെ ലേഡി ബിഗ് ബോസിനെ പുറത്താക്കുന്ന ഇതിനകത്താണ്. ലേഡി ബിഗ് ബോസ് പറഞ്ഞത് ശാരിക എന്നാ പറഞ്ഞത്. പിന്നെ അതുപോലെ ലാലേട്ടൻ പറഞ്ഞത് അടുത്ത ആഴ്ച ഞാൻ കാണത്തില്ല, പുള്ളിക്ക് എന്തോ ഷൂട്ട് സംബന്ധമായ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനൊന്നും സാധാരണ വരുന്നതല്ല. എന്തായാലും ശരി, ലാലേട്ടന്റെ ഒരു അഭാവം ഓണത്തിന്റെ എപ്പിസോഡുകളിൽ വരുമെന്ന് തോന്നുന്നു. പുള്ളിയുടെ സൂചന പറയുന്നുണ്ട്. അപ്പം എന്തായാലും അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ കണ്ണടയിലേക്കകത്ത് കണ്ണടയിൽ രണ്ട് ഇത് മാറ്റുന്നുണ്ട്. ഒരാളുടെ കണ്ണടയിൽ മറ്റൊരാള് മാറ്റുന്നുണ്ട്, ഫ്രണ്ട്സിനെ കൊണ്ട് മാറ്റുന്നുണ്ട്. മറ്റൊരാളുടെ പേര് വരും, പിന്നെ സേവ്ഡ് എന്നും പറഞ്ഞു. ഇപ്പം പിന്നെ അപ്പാനിയുടെ ഇതിലാണെങ്കിലും ഷാനവാസ്, അതേ ഇതില് സേവ്ഡ് എന്ന് പറയും. അപ്പം അങ്ങനെ പരസ്പരം അങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അങ്ങനെ വന്ന് പലരുടെയും പേര് വിളിച്ചു. അപ്പം ഓരോരുത്തരുടെ പേര് വിളിച്ച് എല്ലാവരും സേവായി. രണ, അക്ബർ, ഷാനവാസ്, ഈ നോമിനേഷൻ ഉള്ളവരുടെ കാര്യം പറഞ്ഞേ, അക്ബർ, ഷാനവാസ, ശൈത്യ ഇവരെല്ലാം സേവായി. ശാരികയുടെ ഇതിനകത്ത് ഒനീലിന്റെ പേര് വന്നു. ഒനീല് സേവ്ഡ് എന്നാ വന്നത്. തിരിച്ചു വന്നതാണ് എന്റെ ട്വിസ്റ്റ് ആയത്. ഒനീലിന്റെ ഇതിനകത്ത് ശാരികയുടെ പേര് വന്നു, താഴെ കിടക്കുന്നു.
നല്ല വലിയ സീൻസ് ഒന്നും പിന്നെ സരിക പോയപ്പം കണ്ട ഒരു ഇമോഷൻ ഒന്നും അവിടെ ഉണ്ടായില്ല. കാര്യം ഇച്ചിരൂടെ കറേജ് ഹോട്ട്സീറ്ററാണല്ലോ, അവനായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ കണ്ടില്ല. ഇന്നലെ അങ്ങനെ ശാരികയെ പുറത്താക്കി. നായകപക്ഷം ടോട്ടൽ നോക്കിയാൽ ഇന്നത്തെ ഒരു വലിയ സംഭവങ്ങളൊന്നും വരത്തില്ല. പിന്നെ അങ്ങോട്ട് ബിഗ് ബോസിന്റെ മുൻ എപ്പിസോഡുകളിലൊക്കെ പറയുന്ന മാതിരിയുള്ള കാര്യങ്ങൾ പ്രവചിക്കുന്ന മാതിരി നടക്കുമായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ എതിരാണ്. ബിഗ് ബോസിന്റെ പറയുന്നതിൽ പോലും കള്ളമുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. ആര്യന് കിട്ടിയ പണി നന്നായി എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം. എന്റെ അഭിപ്രായം എനിക്ക് തോന്നുന്നത് ഈ ലൈവ് അപ്ഡേറ്റുകൾ വരുമ്പം പല കമന്റുകൾ, ഒത്തിരി കമന്റുകൾ വരുന്നതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത് ആര്യന്റെ കാര്യത്തിൽ ഇത് വന്നു, ജിസേലിന്റെ കാര്യത്തിൽ കുറെ ഇത് വന്നു, കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനുമോളെ നേരത്തെ ഉള്ള പ്രശ്നത്തിൽ കരയുന്ന കാര്യത്തിൽ മോങ്ങുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ഒരു വൈവിധ്യം നിറഞ്ഞ കമന്റുകളാണ് ലൈവ് അപ്ഡേറ്റിലൊക്കെ കാണാൻ പറ്റുന്നത്. നമുക്ക് ഇന്നത്തെ എന്തൊക്കെയാണ്, അതുപോലെ ഇനിയും പിന്നെ ക്യാപ്റ്റൻസിയിലേക്ക് വരുന്നത് ഇന്ന് നമുക്ക് എന്താണെന്നൊരു ഒരു അന്തായ്പുണ്ട്. ബിഗ് ബോസിന്റെ ഡയറക്റ്റ് നിയന്ത്രണമാകുമോ എന്നൊക്കെയുള്ളൊരു രീതിയിലൊക്കെയാണ് വരുന്നത്. എന്താണ് ശരി, മറ്റുള്ള അപ്ഡേറ്റുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.